KPCC നേതൃമാറ്റത്തിൽ ഉറച്ച് ഹൈക്കമാൻഡ് അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റും എന്നാണ് ഏറ്റവും ഒടുവിലും നമുക്ക് ലഭിക്കുന്ന വിവരം. പുതിയ KPCC അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കും. KPCC അധ്യക്ഷനായി ആന്റോ ആന്റണിയെ നിയമിക്കും. മുതിർന്ന നേതാക്കളുടെ പിന്തുണ ഉറപ്പിച്ച് ആന്റോ ആന്റണി അതൃപ്തനായ കെ സുധാകരനെ അനുനയിപ്പിക്കും. സുധാകരനെ പ്രതികരണങ്ങൾ മുന്നറിയിപ്പ് എന്ന് വിലയിരുത്തലുണ്ട്. നേതൃമാറ്റം നടപ്പിലാക്കിയാൽ സുധാകരൻ രൂക്ഷമായി പ്രതികരിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ ആശങ്ക. KC വേണുഗോപാൽ സുധാകരനുമായി സംസാരിക്കുമെന്നറിയുന്നു. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ് റോഷിപാൽ. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചും ഇപ്പോൾ കെ സുധാകരനെ ഉടൻ തന്നെ മാറ്റാൻ തന്നെയാണ് ഹൈക്കമാൻഡ് തീരുമാനം. ഇന്നലെ മറ്റു മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലും കെ സുധാകരൻ കോൺഗ്രസ് എടുത്ത AICC എടുത്ത തീരുമാനത്തെ തന്നെയാണ് യഥാർത്ഥത്തിൽ പൊളിച്ചു കളഞ്ഞിരിക്കുന്നത്. തന്നെ ഒരാളും തൊടാനില്ല എന്ന് നേരിട്ട് ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുന്ന സാഹചര്യത്തിലേക്ക് പോലും എത്തുന്നൊരു സാഹചര്യമുണ്ടായി. അത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ, ഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും ഒരു അവമതിപ്പുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. കെ സുധാകരൻ ഇങ്ങനെ നിയന്ത്രണമില്ലാതെ പെരുമാറുന്നത് AICCക്ക് തലവേദനയായിട്ട് മാറുന്നു. അതേസമയം പെട്ടെന്ന് പുറത്താക്കിയാൽ കെ സുധാകരൻ എന്ത് വിളിച്ചു പറയും എന്നതിലൊരു ആശങ്കയും ഉണ്ടെന്ന് തോന്നുന്നു ഹൈക്കമാൻഡിന്. തീരുമാനം മാറ്റുന്നില്ലല്ലോ ഹൈക്കമാൻഡ്, അല്ല റോഷിപാൽ? അരുൺകുമാർ, ഇനി KPCC അധ്യക്ഷനായ കെ സുധാകരന്റെ സമ്മർദ്ദത്തിനോ ഭീഷണിക്കോ വഴങ്ങേണ്ടതില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുന്നത്. നേരത്തെയൊക്കെ കെ സുധാകരനെ അനുനയിപ്പിച്ച് സംഘടനയിൽ നേതൃമാറ്റം എന്ന ഒരു തീരുമാനമായിരുന്നു ഹൈക്കമാൻഡ് ഉണ്ടായിരുന്നത്. പക്ഷേ ഹൈക്കമാൻഡ് പ്രതിനിധി ദീപാദാസ് മുൻഷി സംസാരിച്ചു, KC വേണുഗോപാൽ സംസാരിച്ചു. ഒടുവിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും നേതൃമാറ്റത്തിൻ്റെ അനിവാര്യത ബോധ്യപ്പെടുത്തി. എന്നിട്ടും മാധ്യമങ്ങളെ KPCC ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി ഹൈക്കമാൻഡ് തീരുമാനത്തെ വെല്ലുവിളിച്ച ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതൊന്നും അവർ ഗൗരവത്തോടെ അത് പരിഗണിക്കുന്നില്ല. പക്ഷേ ഒന്നുറപ്പാണ്, ഈ നേതൃമാറ്റം നടന്നു കഴിഞ്ഞാൽ രൂക്ഷമായ പ്രതികരണം KPCC അധ്യക്ഷനായ കെ സുധാകരൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന ആശങ്ക ഇപ്പോഴും കോൺഗ്രസ് നേതാക്കളെയൊക്കെ അലട്ടുന്നുണ്ട്. പക്ഷേ അതൊന്നും ഈ നേതൃമാറ്റത്തിന് തടസ്സമാകില്ല എന്നാണ് നേതാക്കൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടെ അല്ലെങ്കിൽ നാളെ തന്നെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന വിവരങ്ങളാണ്. ഇന്ന് രാവിലെയാണ് KC വേണുഗോപാൽ തിരുവനന്തപുരത്ത് നിന്നും ദില്ലിയിലേക്ക് തിരിച്ചത്. ദില്ലിയിലെത്തിയ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കും. അതിനു മുമ്പ് KC വേണുഗോപാൽ ഒരുപക്ഷെ കെ സുധാകരനുമായി ആശയവിനിമയം നടത്തും എന്ന വിവരങ്ങളുണ്ട്. കാരണം സുധാകരനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അത് ഔദ്യോഗികമല്ല, അത് വ്യക്തിപരമാകാനാണ് സാധ്യത. കാരണം ഔദ്യോഗികമായി മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ കാര്യങ്ങൾ അറിയിച്ചതാണ്, രാഹുൽ ഗാന്ധിയും സംസാരിച്ചതാണ്. എന്നിട്ടും നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നതാണ്. നേതാക്കൾക്ക് ആ കാര്യത്തിൽ വലിയ അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെയുണ്ട്. വ്യക്തിപരമായ കാര്യങ്ങളാണ് ഇന്നലെ പലപ്പോഴായി പറയുന്നത് കെ സുധാകരൻ. വ്യക്തിപരമായി പാർട്ടിയിൽ പല ആളുകളും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പല മാധ്യമങ്ങളിലും പല തരത്തിലാണ് പ്രതികരിച്ചത്. ചില മാധ്യമങ്ങളോട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ താൻ പാർട്ടിയെ നയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുത്താൽ അതിന് വഴങ്ങുമെന്ന് പറഞ്ഞു. തന്നെ ആർക്കും മാറ്റാൻ കഴിയില്ലെന്ന് ചില മാധ്യമങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് 2 മണിക്കൂർ പല മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ്റെ ഭാഗത്തുണ്ടായത്. കൃത്യമായി വ്യത്യസ്തമായ ഒരേ അഭിമുഖത്തിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ. ഏതായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ ഈ നേതൃമാറ്റം എന്ന തീരുമാനത്തിൽ ഉറച്ച് മുന്നോട്ട് പോവുകയാണ്. അരുൺകുമാർ. ഓക്കെ റോഷി, എന്തായാലും കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റും എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് ഉറച്ചു തന്നെയാണ്. ഇതിനിടയിലാണ് കെ സുധാകരൻ ഇന്നലെ നടത്തിയ പ്രതികരണങ്ങൾ കൂടി വീണ്ടും കോൺഗ്രസിനും ഹൈക്കമാൻഡിനും ഒരു തലവേദനയായിരിക്കുന്നത്. കാരണം ഹൈക്കമാൻഡ് എടുത്തൊരു തീരുമാനം അന്ന് നമ്മളുടെ നേതാക്കളുടെ എല്ലാം മുന്നിൽ ഇതേ കെ സുധാകരൻ തന്നെ വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് പ്രേക്ഷകർ കണ്ടതാണ്. ആരും ഇനി AICCയുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ഈ AICCയുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശത്തെ തുടർന്ന് ഒരു തരത്തിലുള്ള വിയോജിപ്പ് ഞങ്ങൾ പരസ്യമായി പറയില്ല എന്ന് പറയുകയും പിന്നീട് ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വന്ന് ഹൈക്കമാൻഡിനെ ഹൈക്കമാൻഡാക്കി മാറ്റുകയും ചെയ്തു കെ സുധാകരൻ എന്നുള്ളതാണ് പ്രേക്ഷകർ കാണുന്നത്. ഇതിനെ പിന്നെ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ റോഷിപാൽ നേരിടുന്നുണ്ട്. നേരിടുന്ന ആക്രമണങ്ങളൊക്കെ നേരിടാനുള്ള കരുത്തുമായിട്ടാണ് ഈ പണിക്ക് റോഷിപാലും റിപ്പോർട്ടർ സംഘവും ഇറങ്ങിയത് എന്നത് പ്രേക്ഷകരെ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. ചിലർ ചോദിക്കുന്നു, കോൺഗ്രസ് വിരുദ്ധ വാർത്തയ്ക്ക് നിങ്ങൾക്ക് പ്രത്യേക ഫണ്ട് വല്ലതും കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതേ കാര്യം തന്നെയാണ് നേരത്തെ ശോഭാ സുരേന്ദ്രനും ഇരുന്ന് നേരത്തെ സൂചിപ്പിച്ചത്. BJP വിരുദ്ധ വാർത്തയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? സർക്കാരിനെതിരെയുള്ള വാർത്ത ചെയ്യുന്ന സമയത്ത് സർക്കാർ വിരുദ്ധ ഫണ്ട് ഇവർക്ക് കിട്ടുന്നത് BJP MPയുടെ കയ്യിൽ നിന്നാണ് എന്ന് പറഞ്ഞു. BJPക്കാർ പറഞ്ഞു ഈ ഫണ്ട് കിട്ടുന്നത് കോൺഗ്രസ്സുകാരുടെ കയ്യിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പിൻ്റെ വിധി വരുന്ന ദിവസം അതിന് തൊട്ട് മുൻപ് വളരെ കൃത്യമായി ഇത്തവണ ഇന്ത്യ മുന്നണിയുടെ പെർഫോമൻസ്, രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയ്ക്ക് നമ്മൾ പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ച് കാസ്റ്റ് സെൻസസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ സാമൂഹ്യനീതി വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടിനോടൊപ്പം നിൽക്കുന്ന സമയത്ത് മറ്റുള്ളവർ അപ്പുറത്തുണ്ടായിരുന്ന
ദേശീയ തലത്തിൽ BJP പറഞ്ഞു, ഇതാ നിങ്ങളുടെ ചാനൽ കോൺഗ്രസിന് അനുകൂലമായിട്ട് പ്രചരണം നടത്തുന്നു. അതിനുശേഷം നമ്മൾ കോൺഗ്രസിലെ ചില നേതാക്കളൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ കെ സുധാകരൻ അടക്കമുള്ളവർ പറഞ്ഞു, നിങ്ങൾ ഗ്രൂപ്പ് നേതാക്കളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നു, അല്ലെങ്കിൽ പറയുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്ന മട്ടിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു. ഇതിലൊന്നും നമ്മൾ തളർന്നു പോകില്ല എന്ന് മാത്രം നമ്മൾ പ്രേക്ഷകരോട് പറയട്ടെ. അത്തരത്തിലുള്ള ഒരു പ്രചരണത്തിനും റിപ്പോർട്ടർ TVയെ തകർക്കാൻ പറ്റില്ല. ഈ ആയുധവും പിടിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ആയുധം സത്യസന്ധമായി തന്നെ നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യും. പ്രേക്ഷകർ കാത്തിരുന്ന് കണ്ടോളൂ. കെ സുധാകരനെ മാറ്റുമോ ഇല്ലയോ തിരഞ്ഞെടുപ്പിന് മുൻപ് എന്നുള്ളത് പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാക്കാം. ഈ വാർത്ത റിപ്പോർട്ടർ ചാനൽ എന്നത് റിപ്പോർട്ട് ചെയ്യാനും അറിയാം, റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്തയിൽ ഉറച്ചു നിൽക്കാനും അറിയാം, ഉറച്ചു നിൽക്കുന്ന വാർത്തയുടെ പേരിൽ ഇടുന്ന ഏത് പ്രതികരണത്തെയും നേരിടാനും അറിയാം സർ എന്ന് മാത്രമേ നമുക്ക് വിനീതമായി പറയാനുള്ളൂ. കോൺഗ്രസ് പാർട്ടിയെ നിങ്ങൾക്കതിനെ തളർത്താൻ കഴിയുമെന്ന് വിശ്വാസമുണ്ടെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസമില്ല. കാരണം കോൺഗ്രസ് പാർട്ടി എന്നുള്ളത് ഇവിടുത്തെ പ്രവർത്തകരുടെ വികാരമാണ്. ഏതെങ്കിലും നേതാക്കളുടെ ശിങ്കിളികളായിരിക്കുന്ന ഗുണ്ടകളും വിചാരിച്ചാൽ പരാജയപ്പെടുത്താൻ കഴിയുന്നതല്ല കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും വികാരം. ഒരുപാട് നേതാക്കളുടെ അധ്വാനമുണ്ട് ഈ പാർട്ടിക്ക് പിന്നിൽ. ആ നേതാക്കളൊക്കെ നമ്മളോട് പലപ്പോഴും സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് മനസ്സിലാവുക ഈ പാർട്ടിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. ഒരു വിഭാഗം ആളുകൾ ഇത് ഏത് തരത്തിലാണ് ഈ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. അവർക്കൊക്കെ കടുത്ത അമർഷമുണ്ട്. പല നേതാക്കളും നമ്മളോടും സംസാരിക്കുകയും കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. തൽക്കാലം നമുക്ക് ഈ വാർത്തകളിലേക്ക് ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ വിശ്വസിക്കുക, ഈ വാർത്ത ശരിയാണോ അല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. നമുക്ക് നോക്കാം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് KPCC അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിന് എത്ര പ്രചരണം നടത്തിയാലും, അത് ആർക്കു വേണ്ടി പ്രചരണം നടത്തിയാലും വാർത്തയെ തന്നെ തുടരും. റോഷിയുണ്ട്. റോഷി, ഇത്തരം പ്രചരണങ്ങളൊക്കെ ഇങ്ങനെ സ്വാഭാവികമായി വന്നേക്കാം. അതൊന്നും നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. ഈ പ്രതികരണങ്ങൾ വന്നില്ലെങ്കിൽ പിന്നെ വാർത്തയ്ക്ക് എന്ത് ഇമ്പാക്റ്റ് അല്ലേ റോഷി? അരുൺകുമാർ, സംശയമില്ല, ഇതിൽ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണങ്ങൾ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ നടത്തി അതിൽ സൈബർ ഇടങ്ങളിൽ നിന്ന് കയ്യടി നേടുക എന്നതിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. സ്വാഭാവികമാണ് ഇത്തരം പ്രതികരണങ്ങൾ. അതൊന്നും ഇത് നമ്മുടെ ഇത്തരം മാധ്യമ പ്രവർത്തകർക്ക് നേരിടുന്നതാണ്. വലിയ കാര്യമല്ല. അതൊക്കെ ജനങ്ങളാണ് വിലയിരുത്തുക. അത് നേതാക്കളുടെ പ്രതികരണമായാലും അത് അണികളുടെ പ്രതികരണമായാലും സൈബർ ഗുണ്ടകളുടെ പ്രതികരണമായാലും എല്ലാം വിലയിരുത്തുന്നത് ജനങ്ങളാണ് എന്ന് അവർ സ്വയം മനസ്സിലാക്കിയാൽ നന്നാകും. ഓക്കെ, അത്രേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളൂ. കോൺഗ്രസ് എപ്പോഴും വിശ്വസിക്കുന്ന ഒരു ആശയമുണ്ട്. ആ ആശയം എന്ന് പറയുന്നത് സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്തുക എന്നുള്ളതാണ്. സൈബർ പോരാട്ടം നടത്തുന്ന നേതാക്കൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല റോഷി. അതല്ലാതെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ കൈപിടിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരൊക്കെ ഇനിയൊരു ഊഴം, ഈ ഒരു മികച്ച അവസരമാണ് ഈ അടുത്തത് എന്നുള്ളത് കാത്തിരിക്കുന്നവരാണ്. അത് ഇവർ തന്നെ നശിപ്പിക്കുമോ എന്ന ആശങ്കയിലാണ്. അതാണ് ഇപ്പോൾ ഹൈക്കമാൻഡ്. ഇപ്പോൾ KC വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കൊക്കെ ഈ വിഷയം വളരെ വ്യക്തമായിട്ടറിയാം. കേരളത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. കേരളത്തിലെ ഈ മിക്കവാറും മുതിർന്ന നേതാക്കൾക്കെല്ലാം അതിലൊരു ആശങ്കയുമുണ്ട് എന്നുള്ളതാണ്. ആ ആശങ്കകളൊക്കെ പരിഹരിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പുതിയ നേതൃത്വത്തിന് കീഴിൽ കഴിയും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ.